അഭ്യർത്ഥനായ അധ്യക്ഷൻ ലയൻസ് സന്തോഷ് കുമാർ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ലയൻസ് ക്ലബിന്റെ വളരെ ശ്രദ്ധേയരായ അംഗങ്ങളെ, പ്രിയമുള്ള ഈ രാത്രി പുലരുമ്പോൾ നമ്മുടെ ഭാരതം 75ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. അർദ്ധരാത്രിയിലാണല്ലോ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. 47 ആഗസ്റ്റ് 14 ഒരു വൈകുന്നേരത്ത് നമ്മുടെ പ്രമുഖരായ നേതാക്കന്മാരെല്ലാം നയി ദില്ലിയിൽ കിങ്സ് ക്ലബിൽ സമ്മേളിച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിന് ഇനി മാത്രകൾ മാത്രം. വളരെ പ്രതീക്ഷയോടെ, ആശങ്കകളോടെ, എന്നാൽ ആകാംക്ഷയോടെ, അതിലേറെ സന്തോഷത്തോടെ, ആഹ്ലാദത്തിമർപ്പോടെ നയി ദില്ലിയിലെ കിങ്സ് ക്ലബിൽ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സമ്മേളിച്ചിരിക്കുന്നു. സമയം 8:20 ആകുമ്പോൾ അന്നത്തെ വൈസ്രോയ്, അറിയുമല്ലോ, മൗണ്ട് ബാറ്റൻ, അദ്ദേഹം ഒരു സിനിമ കാണാൻ തുടങ്ങുകയാണ്. മൈ ഫേവറേറ്റ് ബ്രൂണറ്റ് എന്ന് പറയുന്ന സിനിമ. ബോബ് ഹോപ്പ് എന്ന് പറയുന്ന ചലച്ചിത്രകാരന്റെ ഏറ്റവും അവസാനം റിലീസായ ചിത്രം എന്റെ ഭാര്യയുമൊത്ത്, എഡ്വിനെയുമൊത്ത് അദ്ദേഹം കാണുകയാണ്. കൈപ്പിടിയിൽ നിന്ന് ബ്രിട്ടീഷ് കോളനിയായിരുന്ന ഭാരതം, ഇന്ത്യ ഏതാനും നിമിഷങ്ങൾക്കപ്പുറത്ത് ഊർന്നു പോകുന്നതിന്റെ, നഷ്ടമാകുന്നതിന്റെ വളരെ സംഘർഷഭരിതമായ നിമിഷത്തിൽ അന്നത്തെ വൈസ്രോയ് തന്റെ ഭാര്യയുമൊത്ത്, പ്രിയതമയുമൊത്ത് മൈ ഫേവറേറ്റ് ബ്രൂണറ്റ് എന്ന് പറയുന്ന സിനിമ കാണുകയാണ്. ആ സിനിമയിലാണെങ്കിലും റോണി ജാക്സൺ എന്ന് പറയുന്ന നായകൻ, അദ്ദേഹം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഏതാനും നാഴികകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ കണ്ടംപ്റ്റ് സെല്ലിൽ കിടന്നുകൊണ്ട് തന്റെ ജീവിതകഥ പത്രക്കാരോട് പറയുകയാണ്. ഈ സിനിമയിൽ ഒരു നായികയുണ്ട്, നിഗൂഢയായ നായിക. ആ നായിക സുഭകരായ, അരോഗദൃഢഗാത്രരായ ചെറുപ്പക്കാരെ വലയിൽ വീഴ്ത്തുകയും ഗൂഢാലോചനയിലൂടെ അവരെ കെണിപ്പെടുത്തുകയും ചെയ്യും. ഒരു വൈപരീത്യം പോലെ 200 വർഷത്തെ ഗൂഢാലോചനയ്ക്ക് ശേഷം, ഇന്ത്യക്കെതിരെ നടത്തിയ ഗൂഢാലോചനയ്ക്ക് ശേഷം, ആ ഗൂഢാലോചനയ്ക്ക് തിരശ്ശീല വീഴുന്ന നിമിഷമായിരുന്നു അത്. ചരിത്രത്തിന്റെ അവിസ്മരണീയമായ നിമിഷങ്ങൾ സ്വാതന്ത്ര്യദിനത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു പ്രഭാഷണം നടത്തുമ്പോൾ സൂചിപ്പിച്ചു എന്ന് മാത്രമേ. രാത്രി 12 മണിയാകുമ്പോൾ അന്നത്തെ പകൽ മുഴുവൻ പെയ്ത മഴയുടെ ഈർപ്പം അവശേഷിക്കുന്ന ആ ഈറൻ രാത്രിയിൽ ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് തന്റെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലോകപ്രശസ്തമായ, വിഖ്യാതമായ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന തന്റെ പ്രസംഗം നടത്തുകയാണ്. ഇന്ത്യ കാത്തിരുന്ന വിധിയാണിത്. ഇന്ത്യ ഇതാ ഒരു പുതിയ ജീവിതത്തിലേക്ക് ഉണരുന്നു, സ്വാതന്ത്ര്യത്തിന്റെ അനന്ത ചക്രവാളത്തിലേക്ക് ഉയരുന്നു എന്ന് പറയുന്ന വിഖ്യാതമായ ആ പ്രസംഗം നടക്കുമ്പോൾ ഗാന്ധിജി ഡൽഹിയിലില്ല എന്ന് നമുക്കറിയാം. ഗാന്ധിജി കൽക്കട്ടയിലാണ്. അദ്ദേഹം അസ്വസ്ഥനാണ്, അക്ഷോഭ്യനാണ്. അതിനുള്ള കാരണങ്ങളൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അതിനുശേഷം എല്ലാ വർഷവും ആഗസ്റ്റ് 15 പ്രഭാതത്തിൽ ചെങ്കോട്ടയിൽ അപ്പോഴപ്പോഴുള്ള പ്രധാനമന്ത്രിമാർ ഇന്ത്യയുടെ അഭിമാനമായ ത്രിവർണ്ണ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യ ദിന സന്ദേശം നൽകുകയും ചെയ്യും. നാളെ രാവിലെയും അത് സംഭവിക്കും. ഈ വർഷം നമ്മുടെ സ്വാതന്ത്ര്യദിന സന്ദേശം എപ്പോഴും ആദ്യം രാജ്യം ആദ്യം എന്നാണ്.
കഴിഞ്ഞ വർഷം ആത്മനിർഭർ ഭാരത് എന്നായിരുന്നു. അതിനും കഴിഞ്ഞ വർഷം സൈനികർക്കൊപ്പം പിന്തുണ നൽകുക എന്നുള്ളതായിരുന്നു. അറിയുമല്ലോ, വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലൂടെ ഭാരതം കടന്നു പോകുന്നു. ഒരു മഹാമാരി ഈ ജനതയാകെ, നമ്മുടെ ജനതയാകെ ഗ്രസിച്ചിരിക്കുന്നു. അത് നാൾക്കുനാൾ കൂടുതൽ കൂടുതൽ ഭീഷണമായ അന്തരീക്ഷത്തിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിലാണ് സ്വാതന്ത്ര്യ ദിനത്തിന്റെ സ്മരണകൾ, ധീരദേശാഭിമാനികളുടെ സ്മരണകൾ, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം, പാരതന്ത്ര്യ മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് വിശ്വസിച്ചിരുന്ന, ആ വിധത്തിൽ ജീവത്യാഗം ചെയ്ത, സ്വാതന്ത്ര്യത്തിന്റെ അമൃത സുഖങ്ങൾ നമുക്ക് പകർന്നു നിന്ന, പറയുമല്ലോ, അസ്തമയങ്ങളില്ലാത്തൊരു സാമ്രാജ്യത്തോട് പൊരുതി സ്വാതന്ത്ര്യത്തിന്റെ അനന്ത സൂര്യോദയങ്ങൾ നമുക്ക് സ്വന്തമാക്കിയ ആ ധീര ദേശാഭിമാനികളെ നമ്മൾ സ്മരിക്കുന്നു. അവരുടെ പേരിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നു. നാളെ രാവിലെ ചെങ്കോട്ടയിൽ ഈ ത്രിവർണ്ണ പതാക ഉയരുമ്പോൾ അവിടെ മാത്രമല്ല, എല്ലാ ഭാരതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, പ്രവിശ്യകളിലും, ദേശാന്തരങ്ങളിലും ഈ ത്രിവർണ്ണ പതാക ഉയരുമ്പോൾ ധീരദേശാഭിമാനികൾക്കെല്ലാം അവരുടെ മനസ്സിലും ഹൃദയത്തിലും ആഹ്ലാദത്തിന്റെയും അഭിമാനത്തിന്റെയും വാർമഴവില്ലുകൾ വിടരും എന്നുള്ളതും തീർച്ചയാണ്. ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല. സ്വാതന്ത്ര്യത്തിനൊരു സ്വർഗമുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗത്തെ കുറിച്ച് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞത് വളരെ പ്രസിദ്ധമാണ്, ഏവർക്കും അറിയുക. എന്താണ് ആ സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗം? അദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധമായ പ്രാർത്ഥനയാണ്. Where the mind is free from fear, where the head is held high, where words comes from the depths of truth, where my country is now broken up into fragments by narrow domestic wars, where truth comes from the depths of words comes from the depths of truth. My Father, let my country awake into that heaven of freedom. സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗത്തിലേക്ക്. ഇവിടെ മനസ്സ് നിർഭയമായിരിക്കുന്നു, ഇവിടെ ശിരസ് സമുന്നതമായിരിക്കുന്നു, ഇവിടെ വാക്കുകൾ സത്യത്തിന്റെ അത്യഗാധതകളിൽ നിന്നുണരുന്നു, ഇവിടെ നമ്മുടെ നാട് സങ്കുചിത സീമഭിത്തികൾ കൊണ്ട് വിഭജിക്കപ്പെടാതിരിക്കുന്നു. ആ സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗത്തിലേക്ക് എന്റെ നാഥ, എന്റെ രാജ്യത്തെ ഉയർത്തേണ്ടവേ. ഏറ്റവും പ്രസക്തമായ പ്രാർത്ഥന, ഇന്നും പ്രസക്തമായ പ്രാർത്ഥന. സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗം ചമയ്ക്കുവാൻ, വീണ്ടെടുക്കുവാൻ, സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. വിശിഷ്യ ലയൺസ് ക്ലബ് ഒരു ബിഷപ്പ് സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗത്തെ കുറിച്ച് ഒരു പ്രസംഗം നടത്തുന്നു. ബിഷപ്പ് സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗത്തെ കുറിച്ച് മാത്രമല്ല, സ്വാതന്ത്ര്യത്തിന്റെ നരകത്തെ കുറിച്ചും പറഞ്ഞു. ബിഷപ്പ് ആദ്യം പറഞ്ഞത് സ്വാതന്ത്ര്യത്തിന്റെ നരകത്തെ കുറിച്ചാണ്. അതേ ഒരു ഉദാഹരണത്തിലൂടെ അത് നാടകീയമായിട്ടാണ് അവതരിപ്പിച്ചത്. വിശാലമായ ഒരു വിരുന്നുശാല, അതിന്റെ നടുക്കൊരു തീൻമേശ, ആ തീൻമേശയിലോ വിശിഷ്ട വിഭവങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ചുറ്റുമുള്ള കസേരകളിൽ ആളുകൾ നിരന്നിരിക്കുന്നു. അതെല്ലാം എടുത്ത് അവർക്ക് കഴിക്കാം, അതിവിശിഷ്ടമായ വിഭവങ്ങൾ. പക്ഷെ ഒരു പ്രശ്നം, എല്ലാവരുടെ കയ്യിലും ഒരു കമ്പ് വെച്ച് കെട്ടിയിരിക്കുന്നു, ഒരു ലോഹദണ്ഡ് വെച്ച് കെട്ടിയിരിക്കുന്നു. ആർക്കും കൈ മടക്കാൻ മേല, ആർക്കും എടുക്കാൻ മേല, ആർക്കും കഴിക്കാൻ മേല. എല്ലാം കൺമുന്നിലുള്ളപ്പോഴും വിശപ്പുള്ളിലുള്ളപ്പോഴും എല്ലാം നിഷേധിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗം നരകമാണ്. അത് സ്വാതന്ത്ര്യത്തിന്റെ നരകമാണ്. ബിഷപ്പ് പിന്നെ പറഞ്ഞത് സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗത്തെ കുറിച്ചാണ്. അതും വളരെ നാടകീയമായി അദ്ദേഹം അവതരിപ്പിച്ചു. ഇതേപോലെ വിശാലമായ വിരുന്നുശാല, അതിന്റെ നടുക്ക് തിന്മേശ ഇട്ടിട്ടുണ്ട്, ചുറ്റും കസേരകളുണ്ട്, ആളുകൾ ഇരിപ്പുണ്ട്, പഴയതുപോലെ ലോഹദണ്ഡ് ഘടിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷെ അവിടെ പ്രശ്നമില്ല. അവിടെ ഈ ലോഹദണ്ഡ് ഘടിപ്പിച്ച കൈകൊണ്ട് സ്വന്തം വായിലേക്ക് മടക്കാൻ കഴിയില്ല എങ്കിലും അതെടുത്ത് അടുത്തിരിക്കുന്ന ആളിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അയാൾ ഇയാളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു. നോക്കണം, പാരസ്പര്യത്തിന്റെ, സഹകരണത്തിന്റെ, സ്നേഹാർദ്രതയുടെ ഒരു സ്വർഗം. ആ സ്വർഗമാണ് ലയൺസ് ക്ലബ് വിഭാവനം ചെയ്യുന്നത്. ആ സ്വർഗമാണ് ഓരോ ഭാരതീയനും പ്രാവർത്തികമാക്കേണ്ടത്. ആ വിധത്തിലുള്ള സ്വർഗം കരുണയുടെയും കരുതലിന്റെയും സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും സേവനത്തിന്റെയും മധുരോദരമായ ഒരു സ്വർഗഭൂമി സൃഷ്ടിക്കുവാൻ, ഭാരതത്തെ സ്വർഗ സമൃദ്ധമാക്കുവാൻ, സ്വർഗ സദൃശമാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ലയൺസ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ അതിൽ ഒരു മനോഹരമായ പതാകയായി വീട്ടിൽ ഉയർന്നു പാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്
ഈ സന്ദേശം കൈമാറിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എന്റെ നമസ്കാരം.